അപ്പൊ ഇനി എൽസെ ഒരാളെ കൂടെ കാണിക്കണ്ടേ? കണ്ടെന്ന് തോന്നുന്നല്ലേ വന്നപ്പോ ഓഡിയൻസ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് എന്റെ ഒരേ ഒരു ഭാര്യ ലൂസി ടോം അല്ലേ? അത് ഞാൻ എന്റെ വീട്ടിലൊരു ഗോസിപ്പ് ഉണ്ടായത് പറയട്ടെ. ഗോസിപ്പ് പറഞ്ഞത് പകിടവയുടെ മമ്പരം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മമ്മി ഇപ്പൊ ഇല്ല കേട്ടോ. അപ്പൊ എന്റെ മമ്മി ഡാഡിയുടെ അടുത്ത് ഒരു ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയാം, എടോ നമ്മുടെ പകിടവയുടെ മമ്പരത്തിലെ ടോം ഇല്ലേ, ആ ടോമിന്റെ ഭാര്യയോടോ ഈ സിന്ധു ജേക്കബ് എന്ന്. അങ്ങനെ ആരെങ്കിലും അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ജനങ്ങള് ഞങ്ങൾ പോകുമ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മലയാറ്റൂരൊക്കെ പോകുമ്പോഴാ അപ്പം ചോദിക്കുക, സിന്ധു ജേക്കബ് വന്നില്ലേ? അപ്പൊ ഇത് വേറെ ആരാന്നുള്ളതാണ്. പക്ഷെ അവരൊന്നും സിന്ധു ജേക്കബ് ടോം ജേക്കബ് പക്ഷെ ഒരു അപ്പന്റെ മക്കളാന്ന് അവരാരും ചിന്തിക്കുന്നില്ല. സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ എന്റെ പെങ്ങള് ക്രിസ്റ്റീന ജേക്കബ്, ജോസ്ഫിൻ ജേക്കബ് ഇതെല്ലാം എന്റെ സഹോദരിമാരാ. സിന്ധു ജേക്കബ് അതുപോലെ ആവാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഭാര്യയാണോ? അപ്പൊ അങ്ങനെ ഞാനല്ല എന്റെ വീട്ടിൽ മാത്രമല്ല ആ ഗോസിപ്പ് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. മക്കൾ എത്ര പേരാ? 3 പേര്. മൂത്ത ആള് ആൻമരിയ, കാനഡയിലുള്ള ക്രിയേഷൻ. ആൻമരിയ പ്രസന്റേഷൻസ്. അതെ അത് ആൻമരിയ, അത് മൂത്ത മോളല്ലേ. അവള് കാനഡയില് ബ്രിട്ടീഷ് കൊളംബിയയില് സ്വന്തം കമ്പനി നടത്തുകയാണ്. വെൽനെസിന്റെ കമ്പനിയാണ്. ഒരു മെഡിക്കൽ വിഭാഗമാണ്. വെള്ളക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാ. ഇന്ത്യൻസും ഒക്കെ വരുന്നുണ്ട്. ആൻമരിയ ടോം എന്ന് അടിച്ചു നോക്കിയാൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ സജീവമാണ്. ഒരുപാട് ഫ്ലോവേഴ്സ് ഒക്കെ ഉണ്ടാവും. രണ്ടാമത്തെ മോള് ജെയിൻ മരിയ ടോം, റോക്കി ടോം. 2 മകനാണ്. ഇവർ രണ്ടുപേരും CA ഫൈനലിസ്റ്റുകളാണ്. ഒന്ന് ഇന്ത്യൻ CA മോള്, മകൻ ACCA ഇന്റർനാഷണൽ CA ഫൈനലിസ്റ്റ് ആണ്. ഇവർ രണ്ടും ചെന്നൈയിലാണ്. ഇവര് CA എടുക്കാൻ കാരണം പുള്ളിക്കാരി എംകോമും ബാങ്ക് മാനേജറൊക്കെ ആവാൻ ആഗ്രഹിച്ചൊക്കെ വന്നപ്പോ ഞാൻ സമ്മതിച്ചില്ല. വീട്ടിൽ നിന്നാ മതി, ഈ മക്കളെ വളർത്തണ്ടേ. അതുകൊണ്ട് എന്റെ സ്വന്തം പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ ലൂസി എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. എവളാണ് എന്റെ പ്രചോദനം.